ആലപ്പുഴയിലെ നവജാത ശിശുവിന്റെ വൈകല്യത്തിൽ പരിശോധന നടത്തി ഡോക്ടർമാരെ താക്കീത് ചെയ്യണമെന്ന ശുപാർശ ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സംഘമാണ് ശുപാർശ ചെയ്തത്. നവജാത ശിശുവിന്റെ വൈകല്യത്തിൽ ആശയവിനിമയം നടത്തുന്നതിൽ ഡോക്ടർമാർക്ക് വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിദഗ്ധ സംഘം ഇന്നലെ രാത്രിയോടെ ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വിവരങ്ങൾ നൽകാൻ ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? ഡോക്ടർമാർക്ക് വീഴ്ചയുണ്ടായി എന്നാണോ? രേഷ്മ, ഡോക്ടർമാർക്ക് വലിയ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഈ ഡോക്ടർമാരെ കർശനമായിട്ട് താക്കീത് ചെയ്യണം എന്നുള്ള ഒരു ശുപാർശ ഈ റിപ്പോർട്ടിലുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സംഘം ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൽ ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നോ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നോ പറയുന്നില്ല. അതേസമയം ഈ ആശയവിനിമയം കൃത്യമായിട്ട് നടത്തുന്നതിൽ ഡോക്ടർമാർക്ക് വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, അതായത് 12 നിർദ്ദേശങ്ങൾ ഈ വിദഗ്ധ സംഘം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ 12 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ 2 ഡോക്ടർമാരെയും ആലപ്പുഴ WNCയിലെ വനിതാ ശിശു ആശുപത്രിയിലെ 2 വനിതാ ഡോക്ടർമാരെയും കർശനമായിട്ട് താക്കീത് ചെയ്യണം. കൃത്യമായിട്ട് ഈ താക്കീത് ചെയ്യണം എന്ന് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ 36 വയസ്സുകാരിയായിട്ടുള്ള യുവതി പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിലേക്ക് വരുമ്പോൾ അവരുടെ 3ാമത്തെ പ്രസവമാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ പറയുന്ന യുവതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ. അതേസമയം ഈ ഡോക്ടർമാർ റിപ്പോർട്ട് കിട്ടുന്നതിനെ തുടർന്നായിരിക്കും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുക എന്ന്. ലാബിന്റെ കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. അതേ തുടർന്ന് ആരോഗ്യവകുപ്പ് നടപടിയും എടുത്തിരുന്നു. മിഡാസ് ഷങ്കേഴ്സ് ലാബിനെതിരെ നടപടിയും എടുത്തതാണ്. അതിനുശേഷമാണ് ഈ ഡോക്ടർമാരെ സംബന്ധിച്ചുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിദഗ്ധ സംഘം അന്വേഷിച്ചത്. ചികിത്സയിൽ ഈ ഡോക്ടർമാർക്ക് യാതൊരു വിധത്തിലുമുള്ള പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് വിദഗ്ധ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആശയവിനിമയം നടത്തുന്നതിനകത്താണ് ഡോക്ടർമാർക്ക് വീഴ്ചയുണ്ടായി എന്ന് വിദഗ്ധ സംഘം കണ്ടെത്തിയത്. കാരണം ഈ കുട്ടിക്ക് ജനിതക പ്രശ്നങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത എന്നുള്ള കാര്യങ്ങൾ പോലും ഈ ഡോക്ടർമാർ ഈ പറയുന്ന യുവതിയെയോ ഈ യുവതിയുടെ മറ്റു ബന്ധുക്കളെയോ അറിയിച്ചിട്ടില്ല. അതാണ് ഇത്തരത്തിൽ വലിയ വീഴ്ച ഉണ്ടാവാനുള്ള കാരണമായിട്ട് ആരോഗ്യവകുപ്പ് നിയോഗിച്ച സംഘം കാണുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രിക്ക് ഇന്നലെ രാത്രിയോടുകൂടി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള നടപടി വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം മന്ത്രി തീരുമാനിക്കുക. രേഷ്മ, ശരി, താക്കീത് മാത്രം നൽകാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. വിവരങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്.